സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ കണ്ടപ്പോൾ മനസ്സിലാക്കിയാണ് ഏത് ചാപ്റ്റർ ആണെന്ന്. കണ്ടിന്യൂറ്റി ഡിഫറൻസിയേഷനിലാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കുറെ ക്വസ്റ്റൻസ് ഉണ്ട് ഇങ്ങനെ ഫൈൻഡ് കെ എന്ന് പറഞ്ഞു കണ്ടുപിടിക്കാൻ. പക്ഷെ അതൊക്കെ വളരെ ചെറിയ ചോദ്യങ്ങളാണ്. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. പക്ഷെ എക്സാമിന് ഇനിയും അങ്ങനെയുള്ളത് മാത്രമായിട്ട് വിചാരിക്കല്. അങ്ങനെയുള്ള കൊച്ചു ചോദ്യം മാത്രമേ വരുള്ളൂ എന്നും പ്രതീക്ഷിക്കരുത്. അപ്പൊ മാറിയുള്ള ഒരു നല്ലൊരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓക്കെ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഫൈൻഡ് കെ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ദിസ് ഫംഗ്ഷൻ ആണല്ലോ. sin 5x by 3x plus cos x, x not equal to 0 and k x equal to 0 is continuous at x equal to 0. ഈ ഫംഗ്ഷൻ x equal to 0 ൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ k യുടെ വാല്യൂ എത്ര ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഉണ്ട് k ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ലിമിറ്റ് വാല്യൂവിനെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 0 f of x. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 0. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ലിമിറ്റിന് വേണ്ടി ചൂസ് ചെയ്യേണ്ടത് നോട്ട് ഈക്വൽ ടുവിന് നേരെയുള്ളത് വേണം. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈസ് സൈൻ 5x ഡിവൈഡഡ് ബൈ 3x പ്ലസ് ആരാണ് കോസ് എക്സ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ ഈ ലിമിറ്റ് രണ്ടായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ 5x ഡിവൈഡഡ് ബൈ 3x പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 കോസ് എക്സ്. ആ സ്റ്റെപ്പും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നമുക്ക് ഡയറക്റ്റ് മനെ എക്സിന് 0 കൊടുക്കാം. എന്തുകൊണ്ടാണ്? കോസ് 0 എത്രയാണ്? 1. അപ്പൊ അവിടെ കുഴപ്പമില്ല. ഇവിടെ കൊടുത്ത 0/0. അപ്പൊ നമുക്ക് ആദ്യം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി 3 ഈ 3x-ന്റെ 3 നമുക്ക് കോൺസ്റ്റന്റ് ഇൻറ്റു ആയിട്ട് കിടക്കുവാണെങ്കിൽ പുറത്ത് വരുത്താം. ഈ 3 ഡിനോമിനേറ്റർ അല്ലല്ലേ മരങ്ങളുടെ ഡിനോമിനേറ്റർ. അപ്പൊ 3 പുറത്തോട്ട് വരുമ്പോൾ എഴുതേണ്ടത് 1/3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 5x ബൈ എക്സ് എന്നായി. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. സൈനുള്ളിൽ 5x ഉണ്ട്. അപ്പൊ താഴെ ആര് തന്നെ വരണം? 5x തന്നെ വരണം. നമ്മുടെ റിസൾട്ട് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് ആരെന്നാ പഠിച്ചിട്ടുള്ളത്? 1. സൈൻ എക്സ് വന്നപ്പോൾ എക്സ്, അപ്പൊ സൈൻ 5x വന്നാൽ 5x. അതാണ് കണക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1/3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ 5x ബൈ 5x എന്നങ്ങ് എഴുതണം. എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ കൂടെ ഒരു 5 ഇവിടെ കൊടുത്തു. അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ മണ്ടയ്ക്കോട്ട് ആരെ കൊടുക്കണം? മോനെ 5 കൊടുത്തു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ എന്റെ ഇത്രയും വാല്യൂവിനെ നമുക്ക് ആരെന്ന് എഴുതാം? 1 എഴുതാം. ഇവിടെ 5 എന്നൂടെ കൊടുത്താൽ നല്ലത്, കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ കണ്ട സൈൻ 5x ബൈ 5x ബിക്കംസ് 1. പുറത്താരുണ്ട്? ഒരു 1/3. പിന്നെ ആരുണ്ട്? ഒരു 5 ഉണ്ട് അല്ലെ. അപ്പൊ 1/3 ഇൻറ്റു 5 ബിക്കംസ് ആരെ കിട്ടിയ മോനെ? 5/3. അപ്പൊ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് വാല്യൂ നമുക്ക് കിട്ടേണ്ടതാണ് ഈ 5/3 കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ചെയ്തെങ്കിലും മാർക്ക് തരുള്ളൂ. അല്ല 5/3 കിട്ടാനൊക്കെ ആണെങ്കിൽ നോക്കി എഴുതാം. പക്ഷെ പറ്റില്ല, മാർക്ക് കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡയറക്റ്റ് വാല്യൂ നോക്കണം. മോനെ എഫ് ഓഫ് 0. വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ 0 ഫംഗ്ഷന്റെ വാല്യൂ എത്ര മോനെ? കെ ഉണ്ടല്ലോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ വെൻ എക്സ് ഈക്വൽ 0 എന്ന് ഈ എക്സിന്റെ വാല്യൂ ആരായാൽ 0 ആയാൽ ആൻസർ കെ. ദാറ്റ് ഈസ് എഫ് ഓഫ് 0 ഈക്വൽ ടു കെ. ഇനി സിൻസ് ഫംഗ്ഷൻ ഈസ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഈ ലിമിറ്റ് വാല്യൂവും ഈ ഡയറക്റ്റ് വാല്യൂ തമ്മിൽ എന്താകണം? ഈക്വൽ ആകണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 5/3 ആണ് കിട്ടിയത്, ഇവിടെ കെ ആണ് കിട്ടിയത്. ഈക്വേറ്റ് ചെയ്യുമ്പോൾ കെ ഈക്വൽ എത്ര കിട്ടുമനെ? 5/3. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ളത്. ഇപ്പൊ ഇത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ വളരെ ഈസിയായി. ഇങ്ങനെയുള്ള നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഇത് ടഫാണ് എന്ന് പറഞ്ഞു പോകുന്നതാണ് പ്രോബ്ലം. നമ്മൾ അതിനൊന്നും ചെയ്യാൻ ശ്രമിക്കാറില്ല, ഇല്ലെങ്കിൽ ചെയ്യുന്നത് കണ്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് രണ്ടും നമുക്ക് പ്രോബ്ലം ആണ്. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ കറക്റ്റ് ആയിട്ട് വരും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ആർക്കെങ്കിലും റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്ലാസ് കിട്ടും, അതിന് നോട്ട്സ് കിട്ടും, ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ടത് നിങ്ങൾ കണ്ടെത്തേണ്ട ഞാൻ തന്നെ തരും. അത് വെച്ച് നിങ്ങൾക്ക് പഠിച്ചാൽ മതി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാക്സിമം എല്ലാവരും ഏറ്റവും കൂടുതൽ ടൈം, ഏറ്റവും നല്ല സമയമാണ് പഠിക്കാനുള്ളത്. ആരെങ്കിലും ഈ സമയത്ത് ഉഴപ്പുന്നെങ്കിൽ അതൊക്കെ പണി കിട്ടും. എല്ലാവരും നന്നായിട്ട് പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.